Hello everyone, welcome back to my channel. So this is another Sunday and നമ്മൾ ഈ സൺഡേ ബേസിക്കലി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. പുറത്ത് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും ലൈക്ക് ഒരു ലേസി സൺഡേ എങ്ങനെയാണ്, ദാറ്റ്സ് ജസ്റ്റ് വാട്ട് ഐ എം ടേക്കിംഗ് ഒരു വ്ളോഗിങ്. അപ്പം ഇന്ന് ആസ് യൂഷ്വൽ ഇറ്റ് ഈസ് എ വെരി മൂഡി ഡേ. മോസ്റ്റ് ഓഫ് ദ ഡേ വാസ് ലൈക്ക് ദാറ്റ് ആക്ച്വലി. കുറച്ച് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വല്ലാതെ ഇതായിപ്പോയി, എന്താ പറയുക, സണ്ണിയാണ് റെയിനി ആണെന്നുള്ളൊരവസ്ഥയായി. പിന്നെ ഇങ്ങനെയാണ് ഞാൻ ടിപ്പിക്കലി എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തമ്പും കാണും, ഒന്നിലേക്ക് കോക്കോ കാണും, അല്ലെങ്കിൽ കീക്കി കാണും. അത് ഒരു മസ്റ്റാണ്. ഇതാണ് എൻ്റെ ഞാൻ എന്ത് ചെയ്താലും ഇവരുടെ ആരെങ്കിലും ഒരാൾ കൂടെ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഐ വിൽ ഹാവ് മേക്ക് എ ഡൽഗോണ കോഫി. അങ്ങനെ ഡൽഗോണ കോഫിയുടെ ബേസിക് സംഭവങ്ങൾ അറിയാലോ, ലൈക്ക് 2 or 3 spoons of coffee, sugar and 2-3 spoon of hot water, and then you whisk it until it becomes thick. അങ്ങനെ തിക്കായി കഴിയുമ്പോഴത്തേക്കും പിന്നെ you can easily what do you call it, add it to the coffee. You have to ignore Tambu. She is not letting me, എന്താ പറയുക, ഒറ്റയ്ക്ക് ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കണില്ല. അവൾക്ക് വന്നിരിക്കണം. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവളുടെ ശബ്ദമായി കേൾക്കുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ട് വിസ്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഡൽഗോണ കോഫി കുടിക്കുമ്പോൾ എനിക്ക് കോവിഡ് ടൈം ഓർമ്മ വരും. ലൈക്ക് കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ഡൽഗോണ ആക്ച്വലി എൻ്റെ യൂട്യൂബ് ഇതിനകത്ത് വീഡിയോസിൽ ഓൾഡ് വീഡിയോസ്, ഇഫ് യു ഗോ ടു മൈ ഓൾഡ് വീഡിയോസ് യു വിൽ സീ ഹൗ ടു മേക്ക് ഡൽഗോണ കോഫി. ഐ ആക്ച്വലി മെയ്ഡ് എ video on that, but I enjoy it not every day because it's obviously a little too sweet for me. സ്വീറ്റ് അല്ലാതെ ഉണ്ടാക്കാൻ തോന്നുന്നു, പക്ഷേ അത് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് കുറച്ചൊക്കെ ഒരു ഇത് തിക്നെസ് വരണേ, ക്രീമിനെസ് ആവണമെങ്കിൽ ഷുഗർ വേണം. അപ്പം I just drink it once in a while. It's not an everyday thing, but I love it. എന്നുവെച്ചാൽ കോഫി നല്ല തിക്കായിട്ട് വരും. സംടൈംസ് യു വണ്ടർ എന്തിനാ ഈ കോഫി ഷോപ്പിലൊക്കെ പോകുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ അപ്പോൾ എൻ്റെ ഡൽഗോണ കോഫിയായി. ഞാനിപ്പോൾ രാവിലെ ദീപ ചേച്ചി വന്നു. ദീപ ചേച്ചി ഞങ്ങളുടെ ഹൗസ് ഹെൽപ്പാണ്. അപ്പം ചേച്ചി വന്നപ്പോൾ ചേച്ചിക്ക് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഡൽഗോണ കോഫിയൊക്കെ കുടിച്ച് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തമ്പു എണീറ്റ സ്ഥിതിക്ക് തമ്പുവിന് ക്വിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മറ്റേ അയങ്കാറിൻ്റെ ബ്രെഡ് ഉണ്ടല്ലോ, അയങ്കാറിൻ്റെ ബ്രെഡ് ഇസ് ലൈക്ക് ദ ബെസ്റ്റ് ബ്രെഡ് ഇൻ ദ ഹോൾ വൈഡ് വേൾഡ്. ഇഫ് യു ഹാവ് നോട്ട് ബോട്ട് ഇറ്റ് യെറ്റ് പ്ലീസ് ബൈ ഇറ്റ്. മിൽക്ക് ബ്രെഡ്. ഓക്കെ, അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഓബ്വിയസ്ലി ഇറ്റ്സ് സ്വീറ്റ് ആൻഡ് ഇറ്റ്സ് വെരി സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പം അത് പാലിലിങ്ങനെ ഇതാക്കിയിട്ട് ബ്രെഡ് പുഡിങ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. അപ്പം ഷീ എയ്റ്റ് ദാറ്റ്. So this is how things are going. A while ago ഞാൻ കാണിച്ചപ്പം it was actually എന്താ പറയുക, cloudy, right? ഇപ്പോൾ ക്ലൗഡ്സും ഉണ്ട്, but at the same time it's also a little looks like it will rain. സമയം ഇപ്പം 9:10 ആയി. നമുക്ക് അപ്പം നമ്മുടെ കൊതിച്ചിപ്പെണ്ണ് ഇവിടെ ഇരിപ്പുണ്ട്. ബിക്കോസ് വെനെവർ ഐ ടേക്ക് മിൽക്ക് ഔട്ട് ഷീ ഹാസ് ടു ഹാവ് മിൽക്ക്. ഓക്കെ, ആരാ ഞാൻ കാണിച്ചത്? നമ്മൾ പാലിന് വേണ്ടി, അപ്പോൾ തമ്പൂന് പാലെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കി ഉണ്ടാവും കുറച്ച്. അപ്പം അത് അവൾക്ക് വേണം, അവൾക്ക് അറിയാം. നോക്കി അങ്ങനെ ഒത്തിരി പാല് കൊടുക്കാറില്ല. ബിക്കോസ് സംടൈംസ് സം ക്യാറ്റ്സ് ആർ, ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ദം അവർ അഡൾട്ട്സ് ആകുമ്പോൾ അവർ ലാക്ടോസ് ഇൻടോളറൻ്റ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ കോക്കോ കുടിക്കില്ല, എൻ്റെ മറ്റേ പൂച്ച കുടിക്കില്ല, കീക്കോവും കുടിക്കില്ല. ഇവൾ മാത്രമേ പാല് കുടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അവൾ ചെറുപ്പം മുതലേ കുടിക്കുന്ന, അതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല അവൾക്ക്. അതുകൊണ്ട് അങ്ങനത്തെ മിൽക്ക് പ്രോഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പാല്, ചീസ്, നെയ്യ്, ഇതെല്ലാം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീസ് നെയ്യൊന്നും അധികം കൊടുക്കാറില്ല, പക്ഷെ പാൽ എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. അത് അവൾക്കൊരു ഒരു സന്തോഷമാണ്, സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു എ തിങ്. അപ്പം ഞാൻ എന്തായാലും അത് കൊടുക്കും, കാരണം വയറിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് എ സൺഡേ മോർണിംഗ് ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗ്ലൂമി. ഐ ലൈക്ക് സം ഡേയ്സ് ഐ ലൈക്ക് ഗ്ലൂമി ക്ലൈമറ്റ്. സോ അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുകയാണ്. So Sunday is like a kitchen reset day. Most Sundays are like that. കുറച്ച് നേരമെങ്കിലും ഭയങ്കര ക്ലീനിങ് ഒന്നും ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ എല്ലാം ഒതുക്കും. കാരണം നമ്മുടെ കിച്ചണിൽ കുറേ അപ്ലയൻസസ് ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ ഒരു കോർണറിലാണ് വെച്ചേക്കുന്നത്. സോ ഐ ഹാവ് ടു മൂവ് ദാറ്റ് ആൻഡ് ദെൻ
ക്ലീൻ ഇറ്റ്. അതർവൈസ് സിൻസ് വി ഹാവ് ക്യാറ്റ്സ് ഭയങ്കരമായിട്ട് ഫർ വരും എല്ലാവിടെയും. അപ്പോൾ ഫർ റിമൂവ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ക്ലീൻ ഇറ്റ്. എല്ലാ ആഴ്ചയും ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ് ബിക്കോസ് സംടൈംസ് ഭയങ്കര വൃത്തികേടാവും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുക അവിടെ എന്തൊക്കെ ചെയ്യാനുണ്ട്. ആക്ച്വലി നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഓവൻ കമ്പനിയെ വിളിക്കണം കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം എനിക്കൊന്ന് നിങ്ങൾ കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറേ വർഷം 2-3 വർഷമായി. ബട്ട് അത് ചെയ്യാനുള്ള സമയമായി. കാരണം പെറ്റ്സ് ഉണ്ടാകുമ്പോൾ വെൻ യു ഹാവ് പെറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡു ഡീപ്പ് ക്ലീനിങ് വൺസ് ഇൻ എ വൈൽ. കോൾ സംബഡി ഫ്രം ഔട്ട്സൈഡ് ടു ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ് ഗെറ്റ്സ് വെരി ഡേർട്ടി. ഭയങ്കര ഡേർട്ടിയും എന്താ പറയുക ഭയങ്കര മെസ്സി ആവും. സോ വി ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കീക്കിയായിട്ട് കളിച്ചു. കീക്കിയെ പിടിക്കാൻ പറ്റുമോ നോക്കി. കീക്കിയെ പിടിക്കാൻ ഭയങ്കര പാടാണ്. വെരി ഡിഫിക്കൽട്ട് ടു ക്യാച്ച് ഹോൾഡ് ഓഫ് കീക്കി. പിന്നെ തമ്പുമായിട്ട് കുറച്ച് നേരം കളിച്ചു. അവളെ രാവിലെ ആ ടേബിളിൻ്റെ മുകളിൽ ഇരുത്തി കുറച്ച് പെയിൻറ്റും സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം സിറ്റ് ദെയർ ആൻഡ് പെയിൻറ്റ് ഡു സംതിങ് നോട്ട് ഫോർ എ ലോങ് ടൈം. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അത് ചെയ്തോളും. സോ ഐ ലെറ്റ് ഹർ ഡു ദാറ്റ് ആൻഡ് ദെൻ ഐ പ്ലേ വിത്ത് കീക്കി. ഓബ്വിയസ്ലി കീക്കിയോടുള്ള കളി ഈസ് ഓഫൺ വെരി അഗ്രസീവ്. അവൾക്ക് അങ്ങനെ കളിക്കാനാണ് ഇഷ്ടം. നമ്മളിങ്ങനെ പിടിക്കാനും അടിക്കാനും മാന്താനും ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങളങ്ങനെയാണ് കളിക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ ഓബ്വിയസ്ലി അവൾക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ നിർത്തും. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കാം. ദോശയും ടൊമാറ്റോ ചട്നിയാണ്. ഞാനിപ്പം സൺഡേസ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഓൾവേസ് ദോശ വിത്ത് സം ചട്നിയാണ്. ബിക്കോസ് ദാറ്റ്സ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ടു മേക്ക്. ആൻഡ് ടൊമാറ്റോ ചട്നി ഈസ് എ ഫേവറേറ്റ്. ഇവിടെ എല്ലാവരും ടൊമാറ്റോ ചട്നിയുടെ ആൾക്കാരാണ്. അപ്പം ഞങ്ങളങ്ങനെ ക്വിക്ക് ടൊമാറ്റോ ചട്നി ഞാൻ ഉണ്ടാക്കി. ക്വിക്ക് ടൊമാറ്റോ ചട്നി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ടൊമാറ്റോവും ഗാർലിക്കും ഉള്ളിയും പിന്നെ നമ്മുടെ ദറ്റ് റെഡ് ചില്ലി ഡ്രൈഡ് റെഡ് ചില്ലി ഇതെല്ലാം കൂടി വി ഹാവ് ടു ഒബ്വിയസ്ലി അത് സോട്ടേ ചെയ്തിട്ട് വി ആഡ് സം ഹിങ് അല്ലെങ്കിൽ കായ ആഡ് ചെയ്തിട്ട് നമ്മളത് ഇത് ചെയ്യും, എന്താ പറയുക, വഴറ്റിയെടുക്കും. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്. സോ ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പക്ഷേ റെഡ് ചില്ലി യൂസ് ചെയ്തില്ല. I put like a very small pinch of chili powder, that's all. Because രാവിലെ തന്നെ എരിവ് വേണ്ടെന്ന് വിചാരിച്ചു. കാരണം ലാസ്റ്റ് വീക്ക് ഞാനത് ഉണ്ടാക്കിയിട്ട് ഭയങ്കര എരിവായിപ്പോയി. വി ate it but it's not really good രാവിലെ തന്നെ to eat extremely spicy things. So I just for the sake of it ഞാനൊരു ചെറിയ pinch of red chili powder ഇട്ടു, that's all, just for the color. And then അതെല്ലാം കൂടി സോട്ടേ ചെയ്തിട്ട് I quickly made tomato chutney and those. ഇവിടെ എല്ലാവരും ക്രിസ്പി ദോശയുടെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ക്വിക്ക് ക്രിസ്പി ദോശ ഉണ്ടാക്കി. ഭയങ്കര ക്രിസ്പി ഒന്നും ആയില്ല, കാരണം എനിക്ക് ക്രിസ്പി ദോശ ഇഷ്ടമല്ല. ദോശ ഹാസ് ഓൾവേസ് ബീൻ മൈ കംഫർട്ട് ഫുഡ്. എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദോശയാണ്. എനിക്ക് ദോശ ആക്ച്വലി നല്ല മാവ് കിട്ടിക്കഴിഞ്ഞാൽ ഐ കൻ ഈറ്റ് ദോശ ഓൺ ഇറ്റ്സ് ഓൺ. ഐ ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ്. അപ്പം ഐഡിയുടെ ഈസ് വെരി നൈസ് മാവ്. സോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ടൊമാറ്റോ ചട്നി ഈസ് റെഡി. ക്വിക്ക് ആൻഡ് ഈസി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഒന്നും കൂടി ആഫ്റ്റർ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ആക്ച്വലി പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ദ സ്റ്റവ്. എന്നിട്ട് അതൊന്നും കൂടി ഇതാക്കും. ബിക്കോസ് സംടൈംസ് അത് ചെറുതായിട്ട് ഇഫ് ഇറ്റ് ടേസ്റ്റ് റോ സ്റ്റിൽ ഐ ജസ്റ്റ് നീഡഡ് ടു നോട്ട്. So because of that I do that and I add some more hing and salt if you need. And then we decide to go for grocery shopping. So ഞങ്ങളതെല്ലാം റെഡിയായി. We are on our way. It's actually pretty nice outside. നല്ല climate ആണ്. ആരും ഒന്ന് വിളിച്ച് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും വേണ്ട, അമ്മയോട് ചോദിക്കണ്ടേന്ന് തന്നെ പറയണം കേട്ടോ. ഇന്ന് റോഡിൽ തിരക്ക് കുറവാണല്ലോ. എന്താ ഇവിടത്തല്ലല്ലോ തിരക്ക്, അവിടെ മെയിൻ റോഡിൻ്റെ അങ്ങോട്ടായിരിക്കും തിരക്ക്. വേറെന്താ കോവയ്ക്കാണോ? ഒന്നല്ല ബേബി മാംഗോസ് ഉണ്ട്. ഇത് ക്രാബിനെ കണ്ടോ? ക്രാബ് വേണ്ട വേണ്ട, തൊടാൻ പാടില്ല, ചീത്ത പറയും ചേട്ടൻ. വേണ്ട വേണ്ട വേണ്ട.
അവർക്ക് ജീവൻ ഉണ്ടോ നോക്കട്ടെ. ജീവൻ ഉണ്ടോ? ജീവൻ ഉണ്ടോ? ഉണ്ടോ? ജീവനില്ലടാ, ചത്തുപോയി. സമയം ഏകദേശം 7 മണിയായി. ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി എല്ലാം കഴിച്ച്, ഉച്ചയല്ല ഞങ്ങൾ ബിരിയാണി കഴിച്ചപ്പോഴത്തേക്ക് ഒരു 3-3:30 അത് കഴിഞ്ഞ് തമ്പുനെ ഉറക്കാൻ കൊണ്ടുപോയത്. തമ്പുനെ ഉറക്കി ഞാനും ഉറങ്ങിപ്പോയി. അങ്ങനെ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇവിടുന്ന് റംബൂട്ടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കഴിക്കും. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ ടുമോറോ.